ഹലോ ഗുട്ടൻ ടാഗ് എന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ദി സുക്കുൻഫ്റ്റ്. നമ്മൾ ഓൾറെഡി ഫെർഗാങ്കൻഹൈറ്റിലെ 2 ടെൻസുകൾ പഠിച്ചു, അതായത് പ്രത്യയറ്റം പഠിച്ചു, അതുപോലെ പെർഫെക്റ്റ് പഠിച്ചു. ഇനി നമ്മൾ പ്രസൻസ് നമുക്ക് ഓൾറെഡി അറിയാം, ഗേഗൻ വാർട്ട് പ്രസൻറ്റ് ടെൻസ് അറിയാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ദി സുക്കുൻഫ്റ്റ്, അതായത് ഫ്യൂച്ചർ ടെൻസ് എങ്ങനെയാണ് നമ്മൾ ജർമ്മനിൽ പറയുന്നതെന്ന്. അപ്പോൾ നമുക്ക് സ്പീക്കിങ്ങിൽ ഫ്യൂച്ചർ ടെൻസ് തന്നെ വേണം യൂസ് ചെയ്യാനെന്നില്ല. 100% ഷുവർ ആയിട്ടുള്ള കാര്യം നമ്മൾ പറയുമ്പം നമുക്ക് എന്താണ് പ്രസൻസിൽ തന്നെ പറയാൻ പറ്റും. ഐ ആം മേക്കിംഗ് എ കേക്ക് ടുമോറോ, അതായത് ഐ വിൽ മേക്ക് എ കേക്ക് ടുമോറോ എന്നുള്ളത് ഐ ആം മേക്കിംഗ് എ കേക്ക് ടുമോറോ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എങ്ങനെ ഷ്മഹെ മോർഗിൻ ഐനൻ കുഹൻ എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുട്ടൂർ ഐൻസ് ആണ് ആദ്യം നോക്കാൻ പോകുന്നത്. ഫുട്ടൂർ സ്വൈ നമ്മൾ അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല, കാരണം ഫുട്ടൂർ സ്വൈക്ക് പകരം കൊഞ്ഞുറ്റി സ്വൈ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫുട്ടൂർ സ്വൈ എന്നുള്ള ടോപ്പിക്ക് വലിയത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലാത്ത ടോപ്പിക്കാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫുട്ടൂർ ഐൻസ് നോക്കാം. ഫുട്ടൂർ ഐൻസിൻ്റെ ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പൊസിഷനിൽ വേർഡൻ വരും, വേർഡൻ പ്ലസ് ലാസ്റ്റ് പൊസിഷനിൽ ഇൻഫിനിറ്റീവ് ഫോമിൽ മെയിൻ വെർബ് വരും. ഓക്കെ, നമ്മൾ ഫോർമൽ ആയിട്ടുള്ള രീതിയിലായിരിക്കും കൂടുതൽ യൂസ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഇൻറ്റൻഷൻ പറയാൻ, അസംഷൻസ് പറയാൻ, പ്രോമിസ് പറയാൻ, അതുപോലെ ഫ്യൂച്ചറിലെ കാര്യം പറയാൻ ഒക്കെ നമ്മൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്നത്, അതായത് ഫുട്ടൂർ ഐൻസ് ഉപയോഗിക്കുന്നത്. സെൻറ്റൻസ് സ്ട്രക്ചർ നോക്കിയോ, ആദ്യം സബ്ജക്റ്റ് എഴുതണം, ദെൻ വേർഡൻ സബ്ജക്റ്റ് വെച്ച് കോൺജുഗേറ്റ് ചെയ്യണം, ദെൻ ഡാറ്റ് വേണ്ടി ഡാറ്റീവ്, അക്യുസാറ്റീവ്, പ്രിപ്പോസിഷൻ എല്ലാം കഴിഞ്ഞിട്ട് മെയിൻ വെർബ് ഇൻഫിനിറ്റീവ് ഫോം അല്ലെങ്കിൽ ബേസ് ഫോമിൽ ലാസ്റ്റ് എഴുതണം. എക്സാമ്പിൾ നോക്കിയോ, ഐ എം മേക്കിംഗ് എ കേക്ക് ടുമോറോ എന്നുള്ള ഐ വിൽ മേക്ക് എ കേക്ക് ടുമോറോ എന്ന് എഴുതുമ്പോൾ ഇഷ് വെർഡെ മോർഗിൻ ഐനൻ കുഹൻ മാഹൻ എന്ന് വരും. ഇൻഫിനിറ്റീവ് ഫോമിൽ വെർബ് ലാസ്റ്റ് വരും, മാഹൻ എന്നുള്ളത്. അപ്പോൾ വേർഡൻ്റെ കോൺജുഗേഷൻ ഒന്നുകൂടെ നോക്കിയോ, ഇഷ് വെർഡെ, ഡു വെർസ്റ്റ്, എർസിയസ് വെർഡ്, വിയർ വെർഡൻ, ഇയർ വെർഡറ്റ്, സീസി വെർഡൻ. അപ്പോൾ ഐ വിൽ ഗോ ഓൺ എ വെക്കേഷൻ സൂൺ. അപ്പോൾ എന്താ നമ്മളത് ഐ വിൽ ഗോ ഓൺ എ വെക്കേഷൻ സൂൺ, ഞാൻ പോകും, പെട്ടെന്ന് തന്നെ ഞാൻ വെക്കേഷന് പോകും. ഇഷ് വെർഡെ സൂൺ എന്നല്ല, അതിന് ബാൾഡ്. അപ്പോൾ ഇഷ് വെർഡെ ബാൾഡ് ഉർലൗബ് മാഹൻ. അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് പൊസിഷനിലാണ് മെയിൻ വെർബായ മഹനെ എഴുതുന്നത്, അത് ഇൻഫിനിറ്റീവ് ഫോമിൽ എഴുതണം. ആകെ ഒരു വെർബിന് നമ്മളൊരു സെൻറ്റൻസിൽ കോൺജുഗേറ്റ് ചെയ്യുള്ളൂ, റൈറ്റ്? അപ്പോൾ നമ്മൾ വേർ തന്നെ ഇവിടെ കോൺജുഗേറ്റ് ചെയ്തു. വെൻ വിൽ യു മേക്ക് എ ട്രിപ്പ്, ഒരു WH ക്വസ്റ്റ്യൻ. വെൻ വിൽ യു മേക്ക് എ ട്രിപ്പ്, നീ എപ്പോഴാണ് ട്രിപ്പ് ചെയ്യുന്നത്? അപ്പോൾ വാൻ വെസ്റ്റ് ഡു ഉർലൗബ് മാഹൻ. അതുപോലെ വിൽ യു മേക്ക് എ വെക്കേഷൻ, അതായത് ഒരു യെസ് എന്ന ക്വസ്റ്റ്യൻ പോലെ, നീ വെക്കേഷന് പോകുന്നുണ്ടോ? ഉണ്ടോ? അപ്പോൾ വെസ്റ്റ് ഉർലൗബ് മാഹൻ. Paul will come tomorrow. Paul wird morgen kommen. Where will you live in the future? ഒരു ക്വസ്റ്റ്യൻ അല്ല, where will you live in the future? അപ്പോൾ പൊളൈറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ wo werden Sie in dem Zukunft leben? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം, ഇതൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് WH ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, യു വിൽ ഡു ദ ഹോംവർക്ക്. അപ്പോൾ നമ്മളവിടെ ഒരു ഇൻറ്റൻഷൻ വരും, നീ ഉറപ്പായിട്ട് ഹോംവർക്ക് ചെയ്യും, യു വിൽ ഡു ദ ഹോംവർക്ക് അല്ലേ. പിന്നെ ഡു വെർസ്റ്റ് ദി ഹൗസ് ഓഫ് ഗാബൻ machen. The train will depart. Der Zug wird abfahren. ശൃംഭാരം വെർബാണ്, ബട്ട് wird എന്നുള്ള വേറൊരു ഹെൽപ്പിംഗ് വെർബ് വന്നുകൊണ്ട് abfahren അങ്ങനെ തന്നെ ആയിരുന്നു. I will call you tomorrow. Ich werde dich morgen anrufen. Ich werde dich morgen anrufen. She will learn German. Sie wird Deutsch lernen. I will hear music in my room. Ich werde in meinem Zimmer Musik hören. I will play football with my friend. Ich werde Fußball mit meinem Freund spielen. ഒന്നുമില്ല, ഫുട്ടൂർ ഐൻസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നോക്കാനല്ല, ആകെ ഒരു കാര്യം ഓർത്താൽ മതി, എപ്പോഴും സെക്കൻഡ് പൊസിഷനിൽ വേർഡൻ എന്നത് സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് കോൺജുഗേറ്റ് ചെയ്ത് എഴുതുക. പ്ലസ് അന്നേരം നമ്മുടെ ആ സെൻറ്റൻസിലെ മെയിൻ വെർബ് ലാസ്റ്റ് പൊസിഷനിലേക്ക് ഇൻഫിനിറ്റീവ് ഫോമിൽ വരും. ഓക്കെ, അപ്പോൾ ഫുട്ടൂസ് വായ് എന്നുള്ളൊരു ടെൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, അത് നമ്മൾ കൂടുതലും യൂസ് ചെയ്യാറില്ല, കാരണം നമുക്ക് കൊഞ്ഞൂറ്റീസ് വായ് എന്ന് പറഞ്ഞൊരു ഫോം ഉണ്ട്, അതായിരിക്കും നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. വെർബ്, ആ ഫോം ഓഫ് വെർബ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫുട്ടൂസ് വായുടെ മീനിങ് തന്നെയാണ് വരിക. ഇപ്പോൾ നമ്മൾ 100% ആയിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ ഗസ് ചെയ്തൊക്കെ പറയുമ്പോഴാണ് ഫുട്ടൂസ് വായ് യൂസ് ചെയ്യുക. അപ്പോൾ ഫുട്ടൂസ് വായുടെ സെൻറ്റൻസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പൊസിഷനിൽ വേർഡൻ വരും, ദെൻ ലാസ്റ്റ് പൊസിഷനിൽ പാർട്ടിസിപ്സ് വായ് ഫോമിൽ മെയിൻ വെർബ് വരും, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഹാബനൂർ സൈൻ ഇൻഫിനിറ്റീവ് ഫോമിൽ ഏറ്റവും ലാസ്റ്റ് വരും. ദ വുഡ് ഹാവ് എന്നൊക്കെയുള്ളൊരു മീനിങ് പോലെ വരും. ഐ വുഡ് ഹാവ് ടു എൻഡ് മൈ വർക്ക് ടുമോറോ. പിന്നെ ich werde morgen meine Arbeit beendet haben. കണ്ടോ, beendet എന്ന വെർബിൻ്റെ പാർട്ടിസിപ്സ് ആയി beendet എടുത്തു, പ്ലസ് ഹാബൻ, ഹാബൻ ആണല്ലോ beendet ഉണ്ടായി, അപ്പം ഹാബനെ എഴുതും. സെക്കൻഡ് പൊസിഷനിൽ werden എന്ന വെർബിനെ കോൺജുഗേറ്റ് ചെയ്യും. അപ്പോൾ ആ സാധനം നമ്മൾ കൊഞ്ഞിറ്റീവ് സ്വയിൽ എഴുതുന്നതാണ് ഇഷ് മ്യൂസ്റ്റേ മൈന ആർബൈറ്റ് beendet എന്നുള്ളത്. ഓക്കെ, കൊഞ്ഞിറ്റീവ് സ്വയം നമ്മൾ പഠിക്കുന്നതല്ലോ, ജസ്റ്റ് എഴുതി വെക്കുക ഒരു ഐഡിയയ്ക്ക് വേണ്ടി. നമ്മൾ പിന്നീട് പഠിക്കുമ്പോൾ വീണ്ടും റിവൈഷൻ ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. ഓക്കെ,
He would have to write his homework. Er wird seine Hausaufgaben geschrieben haben. കേട്ടോ, geschrieben, schreiben എന്നുള്ളതിൻ്റെ geschrieben എടുത്തു. geschribenൻ്റെ കൂടെ haben ആണ് പോകുന്നത്, അത് എഴുതി. പ്ലസ് സെക്കൻഡ് പൊസിഷനിൽ werden എന്നതിനെ കൊഞ്ചുഗേറ്റ് ചെയ്തു. ഓക്കെ, കൊഞ്ഞുറ്റീസ് വായിൽ നമ്മൾ താഴെ എഴുതിയതാണ്. അത് ഓക്കെ നമ്മൾ പിന്നീട് നോക്കുന്നതായിരിക്കും. ഓക്കെ, അതല്ല, അതുപോലെ he would have already received the letter. Er wird den Brief schon bekommen അല്ലെങ്കിൽ bereits erhalten. ഇതിലേതെല്ലാം ഉപയോഗിച്ചാൽ മതി. നിങ്ങൾ ഷോൺ ബെക്കമൻ അല്ലെങ്കിൽ bereits erhalten. ഓക്കെ, രണ്ടും സെയിം മീനിങ് ആണ്. ഓൾറെഡി റിസീവ്ഡ് എന്നുള്ള ഒരു മീനിങ് ആണ് വരിക അവിടെ. ഓക്കെ, അപ്പോൾ ചൂസ്.